ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു വട്ടേ ഈറ്റിന ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു. പിന്നെ പപ്പായ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കട്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ചാണ്. റെഡ് ലേഡി എന്നാണ് ഇതിൻ്റെ പേര്. നല്ല മധുരമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇതാണ് കഴിച്ചത്. ഇപ്പം നാട്ടിൽ നിന്ന് മാറി നിന്നിട്ട് കുറച്ച് നാളായതുകൊണ്ട് തന്നെ രാവിലെ നമുക്കങ്ങനെ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കണമെന്ന് അങ്ങനെ തോന്നാറില്ല കേട്ടോ. ഒരു മുട്ടയോ ഇങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ നല്ല കടലക്കറി ഉണ്ടാക്കി. പുട്ടും കടലക്കറിയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചത്. ചോറുണ്ണണമെന്ന് ഇപ്പോൾ അങ്ങനെ അതിയായ ആഗ്രഹമില്ല. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ ഒരിക്കലോ ഒക്കെയാണ് ഇപ്പോൾ ചോറുണ്ണാറ്. കൂടുതലും ചപ്പാത്തിയും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കാറ്. അപ്പോൾ ഇന്ന് അരിയുടെ പുട്ടാണ് കഴിച്ചത്. ഞാൻ തേങ്ങയില്ലാതാണ് പുട്ടുണ്ടാക്കിയിരിക്കുന്നത്. പുട്ടും കടലക്കറിയും പിന്നെ ഞാൻ ഒരു പുഴുങ്ങിയ മുട്ടയും പ്രോട്ടീന് വേണ്ടിയിട്ട് ഒരു മുട്ടയും കൂടെ കൂടുതലെടുത്തു. അങ്ങനെ ഇത്രമായിരുന്നു എൻ്റെ ലഞ്ചെന്ന് പറയുന്നത്. ഇത് നമ്മളൊരു 12:30 1 മണി ആ ഒരു റേഞ്ചിലാണ് കഴിച്ചത്. അപ്പോൾ രാവിലെ ഞാൻ പപ്പായ കഴിച്ചിട്ട് പിന്നെ ഈ ടൈമിലാണ് കഴിക്കുന്നത്. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ തൈരിനകത്ത് എന്തെങ്കിലും അരിഞ്ഞിട്ട് അങ്ങ് സാലഡ് പോലെ കഴിക്കാം. വിശക്കുന്നുണ്ടെങ്കിൽ, വിശപ്പ് മാറാതിരിക്കുവാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. ഞാൻ ചോറങ്ങനെ ഞങ്ങളിപ്പോൾ പൊതുവേ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് പുട്ടും കടലയും കുറച്ച് മുട്ടയൊക്കെ കൂടെ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര മഴയും മിസൈൽ മഴ, ആലിപ്പഴം, പിന്നെ ഇടി മിന്നൽ, വെള്ളപ്പൊക്കം, അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു സാലഡ് ഉണ്ടാക്കി വെച്ചു. ഓൾറെഡി തൈര് വാങ്ങിച്ച പാത്രത്തിനകത്തേക്ക് തന്നെ കുറച്ച് ക്യാരറ്റും കുക്കുംബറും സവാളയും തക്കാളിയും കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് തൈര് ഒഴിച്ച് സാലഡ് ഉണ്ടാക്കി വെച്ചു. ഇതാകുമ്പോൾ എപ്പോഴും നമുക്കെടുത്ത് കഴിക്കാമല്ലോ. ഫ്രിഡ്ജിൽ അങ്ങ് പാക്ക് ചെയ്ത് വെച്ചാൽ എപ്പോഴും സാധനം റെഡി. പിന്നെ വൈകുന്നേരം ഞങ്ങളൊരു ചായ കുടിക്കാൻ പോയി. മിന്നൽ മുരളിയിൽ നിന്നാണ് ഞങ്ങൾ ചായ കുടിക്കാൻ പോയത്. മിന്നൽ ചായയാണ് ഞങ്ങൾ കുടിച്ചത്. പിന്നെ ഉഴുന്നുവട കഴിച്ചു, ഏത്തക്കാ ബോളി കഴിച്ചു. ഇത്രയും കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. രാത്രിയിൽ വീറ്റ് പൊറോട്ട ഉണ്ടായിരുന്നു, ഫ്രോസൺ വീറ്റ് പൊറോട്ട, അത് കഴിച്ചു. അതിനോടത്ത് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി സാലഡോടെ കഴിച്ചു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ കാണാവേ. ടാറ്റാ.